ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സങ്കടം പറയാനാണ് കേട്ടോ. ഞാനൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ ഒരു കുറച്ച് പൈസ കൊടുത്തിരുന്നു. അയാൾ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൈസ തിരിച്ചു തന്നില്ല. അപ്പം ആ പൈസ ചോദിച്ച് ഞാൻ മടുത്ത്. ഞാൻ വയനാട് ജില്ല മീനങ്ങാടി എന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയൊക്കെ കൊടുത്തു. അവർ പൈസ തരാമെന്നുള്ള കണ്ടീഷനിൽ എല്ലാ മാസവും 5000 രൂപ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അവിടുത്തെ രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടും കൊടുത്തു. ആ പൈസ നമ്മൾ പറഞ്ഞു വ്യക്തിൻ്റെ കയ്യിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒപ്പിട്ടത്. പക്ഷേ ഈ നിമിഷം വരെ അവൻ ആ പൈസ തന്നിട്ടില്ല. അതേപോലെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു വ്യക്തിനെ പൈസ ഏൽപ്പിച്ച് അവൻ തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നിട്ട് നമ്മൾ കടമൊക്കെ വാങ്ങിച്ച് രണ്ടാമത്തെ വ്യക്തിക്കും ഇതേപോലെ വീട് പണിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു. അവനും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളോട് കാണിച്ചത്. 70 സംതിങ് റുപ്യ നമുക്ക് തരാനുണ്ടത്. എന്നിട്ട് കള്ളക്കണക്ക് അറിയാലോ. വ്യക്തിയുടെ കയ്യിൽ നമ്മുടെ പൈസ വിട്ട് കഴിഞ്ഞാൽ അവർ ഏതൊക്കെ രീതിയിൽ നമ്മളോട് കള്ളത്തരം പറഞ്ഞിട്ട് അവർ പൈസ കുറയ്ക്കാൻ പറ്റുമോ അതുപോലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അതിൽ നിന്ന് 50,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 50,000-ൽ 1 രൂപ പോലും ഇന്നേ വരെ തന്നിട്ടില്ല. എനിക്ക് ഗൾഫിലേക്ക് പോരേണ്ട ആവശ്യമായത് കാരണം നമ്മൾ അവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരേണ്ട ഉണ്ടാട്ടോ. അത് ഇപ്പോൾ മുതലെടുത്തിരിക്കുക. ഇന്നേ വരെ വിളിക്കുകയോ പൈസ തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ വോയിസ് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഈ വോയിസ് കേട്ടിട്ട് അവരെനിക്ക് ആ പൈസ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം ഞാനിത് യൂട്യൂബിലിടും. എല്ലാവരും അറിയണം. കാരണം ഇനി ഒരു പാവങ്ങളെ അവർ ചതിക്കരുത്. എനിക്ക് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ അവർക്ക് ആ പൈസ കൊടുത്തത്. അത് വെച്ച് അവരെന്നെ മുതലാക്കി. എന്നെപ്പോലെ പാവങ്ങൾ ഒരു വീട് വെക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവന്മാരെ എങ്ങനെ വിശ്വസിക്കും? തത്വശാസ്ത്രം പറയാൻ വാങ്ങുന്നവന് ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. അത് കേട്ടോണ്ടിരിക്കാൻ കൊടുത്തവന് പറ്റൂലല്ലോ, പ്രാരാബ്ധക്കാരാകുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരെനിക്ക് ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം അവരുടെ ഫുൾ അഡ്രസ്സ് ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കും. കാരണം ഇതെൻ്റെ വേദനയാണ്, എന്നെ പറ്റിച്ച വേദനയാണിത്.